എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സ് ആണ്. കാണാനൊക്കെ ആണല്ലോ ഒരു വെറൈറ്റി സ്നാക്സുകൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. ഉള്ളിലെ ഫില്ലിംഗ് ആണെങ്കിലും നല്ല കിടിലൻ ടേസ്റ്റ് ആണ്. അപ്പം നമുക്ക് ഈ ഒരു അടിപൊളി റോള് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പം ഈ ഒരു സ്നാക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഇതുപോലെ ഈ ഒരു പാനിലേക്ക് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതൊരു മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്താണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് അത്യാവശ്യം വലിയൊരു ക്യാപ്സിക്കം തന്നെ ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിരിക്കുന്നതാണ്. ക്യാപ്സിക്കം ഏത് കളർ വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്യാപ്സിക്കം ചെറിയതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അരക്കപ്പ് അളവിൽ ഫ്രോസൺ ഗ്രീൻ പീസും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രോസൺ ഗ്രീൻ പീസ് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഡ്രൈഡ് ഗ്രീൻ പീസ് ആണെങ്കിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വെള്ളത്തിൽ കുതിർത്തി ഒന്ന് വേവിച്ചിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു 3 ചെറിയ പച്ചമുളക് കട്ട് ചെയ്തിട്ടെടുത്താണ് അതിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുക്കരുത്. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്രോസൺ ഗ്രീൻ പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് അതങ്ങ് വെന്ത് കിട്ടും. ക്യാപ്സിക്കും സവാളൊക്കെ ആണെങ്കിലും ഒരുപാടങ്ങ് വെന്തങ്ങ് പോകേണ്ട ആവശ്യമില്ല. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം ഒരു 70% ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ഒരുപാട് വെന്തങ്ങ് അലിഞ്ഞു പോകരുത്. ആ ഒരു ക്യാപ്സിക്കം ഒക്കെ ആണെങ്കിൽ ഒരു 3/4 ഭാഗത്തോളം കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഈ ഒരു പരിവായാൽ ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പാണ്. ഈ ഒരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഒറിഗാനോയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ പിസയ്ക്കകത്തൊക്കെ ഇടുന്ന ഒറിഗാനോ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് മാത്രമായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കിതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പിനും ഈ ഒരു ഒറിഗാനോയ്ക്കൊക്കെ പകരം പിസ്സ സോസ് ഉണ്ടെങ്കിൽ അതൊരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് മാത്രമാണ് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിരിക്കുന്നത്. സാധാ എരിവുള്ള മുളക് പൊടി എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം. പൊടികൾ നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തേക്കാം കേട്ടോ. അല്ലെങ്കിൽ അതങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പൊടികളുടെ ഒരു പച്ച ചവയൊന്ന് മാറി വരുന്നിടം വരെ ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 250 ഗ്രാം അളവിൽ എല്ലില്ലാത്ത ചിക്കന് നന്നായിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഒരു 250 ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ട് സാധാരണ നമ്മൾ എന്തൊക്കെ മസാലപ്പൊടികൾ ചേർത്താണോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നത് അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി ഞാൻ കൈ കൊണ്ടൊന്ന് പിച്ചി ഇട്ട് കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഫ്രൈ ചെയ്തിട്ടെടുത്ത് ഈ ഒരു ചിക്കനും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കാം. ഇനി ചിക്കൻ കഴിക്കാത്തവരാണെങ്കിൽ ഇത് ഒഴിവാക്കിയിട്ട് വേണമെങ്കിൽ ഇത് ചെയ്തിട്ടെടുക്കാവുന്നതാണ്. ചിക്കൻ ചേർത്തൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു മീഡിയം വലിപ്പമുള്ള ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നല്ല പോലെ തന്നെ പുഴുങ്ങിയെടുത്ത ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല പോലെ തന്നെ ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് നോക്കുക. എരിവോ ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലിപ്പോൾ കുറച്ചൊരു എരിവിൻ്റെ ഒരു കുറവും കൂടി ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കിയിട്ടെടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് 250 ml ഒരു കപ്പിൽ ഒരു 1/2 കപ്പ് അളവിൽ ഞാൻ മൈദ ഇട്ട് കൊടുക്കുകയാണ്. മൈദയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇതൊരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ബാറ്റർ ഒന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരുപാടങ്ങ് കട്ടി കൂടാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായും പോവുകയും ചെയ്യരുത്. ഈ ഒരു പരുവത്തിന് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം എടുത്തതിൽ എനിക്ക് ഏകദേശം 3/4 കപ്പോളം വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിന് നമ്മളൊന്ന് ബാറ്റർ റെഡിയാക്കിയിട്ട് എടുക്കുക. ഇനി നമ്മൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കിയിട്ട് എടുക്കുന്നത് ഇതുപോലെ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ്. സമൂസ ഷീറ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചത് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. സമൂസ ഷീറ്റ് വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം.
ഇതുപോലെ ഈ ഒരു നീളത്തിലുള്ള സമൂസ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് 2 സ്നാക്സ് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് മടക്കിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. ഇങ്ങനെ 2 ആക്കിയിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കുക ഇതുപോലെ. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ നമ്മളൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഈ ഒരു ഷീറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇത് കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു പേസ്റ്റ് പരുവത്തിൽ ഞാനൊന്ന് ആക്കിയെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ ഈ ഒരു അറ്റത്തായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റോൾ ചെയ്തിട്ട് എടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഈ ഒരു അറ്റം പിടിച്ചിട്ട് പതിയെ നമ്മളൊന്ന് റോൾ ചെയ്തിട്ട് എടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് കുറവാണെങ്കിൽ ഇതൊന്ന് കുറച്ച് ടൈറ്റ് ആയിട്ട് ഇരിക്കണം. ആ ഒരു റോളൊന്ന് ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 2 സൈഡ് നോക്കിയിട്ട് ഫില്ലാകാനുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ ഉണ്ടാവും നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം. ഓരോന്നും നമ്മൾ റോൾ ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അതൊന്ന് കവർ ചെയ്തിട്ട് തന്നെ വേണം കേട്ടോ ഇതുപോലെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അതിരുന്നെങ്കിൽ ഉണങ്ങി അങ്ങ് ഡ്രൈ ആയി പോവും. ഇതുപോലെ നമ്മൾ ഫില്ലിംഗ് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഈ ഒരു ഷീറ്റിൻ്റെ ഒരു അറ്റത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം മൈദയുടെ ഒരു പേസ്റ്റ് വെച്ചിട്ട് സൈഡൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക. 2 സൈഡിലും ഫില്ലാകാനുണ്ടെങ്കിൽ ഇതുപോലെ വീണ്ടും നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ടൈറ്റ് ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ എല്ലാം തന്നെ ഞാനൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ബാക്കിയുണ്ട്. ഇതിൻ്റെ ഒരു 2 സൈഡും കൂടി ഒന്ന് കവറായി കിട്ടാൻ വേണ്ടിയിട്ട്, അതിലേക്ക് ഓയിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മൈദയുടെ ഒരു ബാറ്ററാണ് കേട്ടോ ഇത് വീണ്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം ഈ ഒരു റോൾ എടുത്തിട്ട് ആദ്യം നമുക്ക് ഒരു മൈദയുടെ ഒരു ബാറ്ററിൽ ആ ഒരു സൈഡ് ചെറിയതായിട്ടൊന്ന് മുക്കി കൊടുക്കുക. അതിനുശേഷം മൈദയുടെ ഒരു ബാറ്റർ ആക്കിയിട്ടുള്ള ഒരു അറ്റം ഇതുപോലെ ബ്രെഡ് ക്രംസിലേക്ക് ഒന്നാക്കി കൊടുക്കുക. വീണ്ടും ആ ഒരു മൈദയുടെ ബാറ്ററിലേക്ക് ഒന്നും കൂടി ഇതുപോലെ പതിയെ മുക്കിയതിന് ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുത്തിട്ട് പതിയെ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുക. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു വശം ഒന്ന് കവറായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ഒരു സൈഡും കൂടി ആദ്യം ഈ ഒരു മൈദയിൽ ചെറിയതായിട്ടൊന്ന് മുക്കിയതിന് ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് ഒന്ന് ആക്കി കൊടുക്കുക. വീണ്ടും ഒന്നും കൂടി ഒരു മൈദയുടെ ബാറ്ററിൽ നിന്ന് മുക്കിയതിന് ശേഷം ഈ ഒരു ബ്രെഡ് ക്രംസിലേക്ക് വെച്ച് കൊടുത്തിട്ട് പതിയെ ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടില്ലേ, 2 സൈഡ് നമുക്കൊന്ന് കവറായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളത് എല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, ഒരു മൈദയുടെ ഒരു ബാറ്ററിൽ മുക്കി ആ ഒരു ബ്രെഡ് ക്രംസ് ആക്കി 2 സൈഡ് ഞാനൊന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഇനി നിങ്ങൾക്കിത് മുഴുവൻ ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണമെങ്കിൽ നമ്മൾ സമൂസയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കത്തില്ലേ ഫ്രീസറിനകത്ത്, അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. ഒരു മീഡിയം ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ തീ ഒരുപാട് കൂട്ടി വെച്ച് കൊടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കരുത് കേട്ടോ. കാരണം ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ ഒരു 2 സൈഡും പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് റെഡി ആയതിനു ശേഷം ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. ആ ഒരു ഷീറ്റിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിൻ്റെ കളർ ഇതുപോലെ നായി വരുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റാവുന്നതാണ്. തീ ഒരുപാട് നമ്മൾ കൂട്ടിയിട്ട് കൊടുക്കരുത് കേട്ടോ. ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണേ. കാരണം പെട്ടെന്ന് തന്നെ ഒരു ബ്രെഡ് ക്രംസിൻ്റെ ഒരു ഭാഗം അങ്ങ് കളറങ്ങ് ഒരുപാടങ്ങ് മാറിപ്പോവും. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കണ്ടില്ല, എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള കേട്ടോ പരിപാടി. നമ്മുടെ നല്ല കിഡിലും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ചെയ്യാതെ ഒരു വെറൈറ്റി രീതിയിലൊക്കെ സ്നാക്സുകൾ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്കിതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.